So I was going to talk about the history of dogs or the evolution of dogs. So do you know that Chihuahua and wolf are related? I think maybe you guys know this, don't know. They are evolved from the um same animal. Like all the dogs, what you are seeing right now, a Chihuahua to a Great Dane to a Rottweiler, all the dogs have evolved from a common ancestor, the wolf, most probably the grey wolf. So, how was the dog came into existence? മനുഷ്യൻ അവന് ആവശ്യങ്ങൾക്കായിട്ടൊരു അനിമലിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തെടുത്തതാണോ? തെളിവുകൾ പറയുന്നത് 15,000 മുതൽ 30,000 വർഷങ്ങൾക്ക് മുമ്പ് വൂൾഫുകളിൽ തന്നെ കുറച്ച് ഡൊസൈൽ, അതായത് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള, അഗ്രഷനൊക്കെ കുറവുള്ള കുറച്ചോ അല്ലെങ്കിൽ മേ ബി എ ഫീമെയിൽ വൂൾഫ് മനുഷ്യൻ്റെ സാമീപ്യം, മനുഷ്യൻ്റെ സെറ്റിൽമെൻറ്റുകളുടെ അടുത്തൊക്കെ വന്ന് അവൻ കളയുന്ന ഭക്ഷണം, അതായത് മനുഷ്യൻ വലിച്ചെറിയുന്ന ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കഴിക്കാനായി മനുഷ്യനോടൊപ്പം കൂടിയ ഒരു വൂൾഫ് ആയിരക്കണക്കിന് ജനറേഷനുകൾക്ക് ശേഷം അത് സ്ലോലി ഒരു ഡോഗിലേക്ക് പരിണമിക്കുകയാണ് ഉണ്ടായതെന്നാണ് നമ്മുടെ സയൻസ് അഥവാ അതിൻ്റെ തെളിവുകൾ പറയുന്നത്. There are still people not believing in evolution and they are studying medicine with me like അത് ഇറ്റ്സ് നോട്ട് വണ്ടർ ബിക്കോസ് നമ്മളെ ചെറുപ്പത്തിൽ നമ്മളെ പല വിശ്വാസ ധാരകളും നമ്മുടെ തലച്ചോറിൽ കൊത്തിവെച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത് ചിലപ്പോൾ തെളിവുകൾ നമ്മൾ കണ്ടാലും അതിനെ എത്ര ഡീപ്പായിട്ട് പഠിച്ചാലും ചില ആളുകൾക്ക് എവല്യൂഷൻ പോലെയുള്ള ഒരു റിയാലിറ്റിയെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എവല്യൂഷൻ നമ്മുടെ കണ്ണിന് മുൻപിൽ തന്നെ നമ്മൾ കാണുന്ന ഒരു പ്രക്രിയയാണ്. ഉദാഹരണം, ബാക്ടീരിയകൾ, വൈറസ്, ഓരോ വർഷവും മാറി മാറി വരുന്ന ഫ്ലൂ വൈറസുകൾ, അതുപോലെ നമ്മൾ കോവിഡ് വൈറസിൻ്റെ പലതരത്തിലുള്ള ഇവോൾഡ് വേർഷൻസ് നമ്മുടെ കൺമുമ്പിൽ തന്നെ, നമ്മുടെ ഈ ഒരു അടുത്ത കാലഘട്ടത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഡോഗ്സിൻ്റെ പരിണാമത്തിൽ മനുഷ്യൻ ആദ്യം പോയിട്ട് പിന്നെ ചെന്നായെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇണക്കി വളർത്തിയതൊന്നുമല്ല. പരസ്പരമായിട്ടുള്ള ഒരു സർവൈവലിന് വേണ്ടി. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ, പണ്ട് മനുഷ്യൻ ഈ കാട്ടുപോത്ത് പോലെയുള്ള വലിയ മൃഗങ്ങളെ വേട്ടയാടുന്ന സമയത്ത് ഈ വൂൾഫുകൾ ഈ കാട്ടുപോത്തുകളെ വളഞ്ഞു വെച്ച് അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സർവൈവലിനായിട്ട് കാട്ടുപോത്തുകൾ എന്തോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ഫോർമേഷനായിട്ട് നിൽക്കും. അവർ ഓടിപ്പോകത്തില്ല. പക്ഷെ മനുഷ്യൻ അവരെ ഹണ്ട് ചെയ്യുന്ന സമയത്ത് അവർ ഭയങ്കരമായിട്ട് ഓടിപ്പോകും. ഇപ്പം മനുഷ്യൻ അന്ന് ചെയ്തിരുന്ന ഒരു ടെക്നിക്കായിരുന്നു ചെന്നായയുടെ തോലുകൾ ശരീരത്ത് ധരിച്ച ശേഷം അവൻ പതുങ്ങി ഈ കാട്ടുപോത്തുകളുടെ അടുത്തെത്തുകയും അതിനെ കുന്തം കൊണ്ട് എറിഞ്ഞ് പിടിക്കുന്ന ഒരു വേട്ട രീതിയൊക്കെ മനുഷ്യനൊരു കാലത്തുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും, ഈ മനുഷ്യനും വൂൾഫും, കൂടുതലും ഹണ്ട് ചെയ്യുന്നതും ഒരേ പ്രേയായിരുന്നു, അതായത് ഒരേ ഇരയായിരുന്നു. അതുകൊണ്ട് കാലാകാലങ്ങളായിട്ട് അവർ തമ്മിലൊരു സിംബയോട്ടിക് റിലേഷൻസ് ഉണ്ടാവുകയും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള രണ്ട് മാമൽസ് ആയിട്ട് അവർ ഇവോൾവ് ചെയ്യുകയും ചെയ്തു. മനുഷ്യൻ്റെ കൂടെ കൂടിയ ശേഷം ഈ വൂൾഫുകൾ അവരുടെ വേട്ടയ്ക്ക് സഹായിക്കുന്ന മൃഗങ്ങളായും പ്രൊട്ടക്ഷൻ, അതായത് രാത്രിയിൽ ഏതിരുട്ടത്തും കാഴ്ചയൊക്കെ വളരെ മങ്ങിയ സമയത്തും
മനുഷ്യൻ്റെ സെറ്റിൽമെൻറ്റിനടുത്ത് വരുന്ന എനിമിയെ മൂക്കുകൊണ്ടും ചെവി കൊണ്ടും കണ്ണുകൊണ്ടും ഒക്കെ തിരിച്ചറിഞ്ഞ് വാണിംഗ് കൊടുക്കാനായിട്ട് ആദ്യകാല ഡോഗ്സുകൾ സഹായിച്ചിരുന്നു. അതേപോലെ തന്നെ ഹേർഡിങ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ എന്താണോ കന്നുകാലികളെ ഇണക്കി വളർത്തി കൂട്ടത്തോടെ ഫാം ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഡോഗ്സാണ് അതിൽ മനുഷ്യനെ ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ള ഒരു ജീവി. അതിൽ അതിനെപ്പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പോൾ ഈ മനുഷ്യന് മൃഗങ്ങളെ മറ്റ് വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താനും അതേപോലെ തന്നെ അവയെ ശരിയായ രീതിയിൽ ഗൈഡ് ചെയ്ത് കൂട്ടിക്കയറ്റാനും ഫെൻസിനകത്ത് കൊണ്ടുവരാനും ഒക്കെ ഈ ഹേർഡിങ് ഡോഗ്സ് ധാരാളം സഹായിച്ചിട്ടുണ്ട്. അതേപോലെ സ്ലെഡ് പുള്ളേഴ്സ്, നമ്മൾ ഇന്ന് കാണുന്ന ഹസ്കി, അക്കിറ്റ പോലെയൊക്കെയുള്ള മഞ്ഞിൽ വണ്ടി വലിക്കുന്ന ഡോഗ്സ്. ആർട്ടിക്കിലൊക്കെ ഒരു വീലിൻ്റെ ഒന്നും ഉപയോഗം നടക്കാത്തത് കൊണ്ട് അവിടെ ഈ മഞ്ഞിൽ തെന്നി നീങ്ങുന്ന വണ്ടികൾ വലിക്കാനായിട്ട് ഈ സ്ലെഡ് ഡോഗ്സിനെ മനുഷ്യൻ ഉപയോഗിച്ചു. അതുപോലെ തന്നെ യുദ്ധത്തിനായിട്ട് റോമൻ ആർമി വലിയ മൊളോസസ് ഡോഗ്സ്, നിങ്ങൾ പഴയകാല ഈ നമ്മുടെ നിയോപോളിറ്റൻ മാസ്റ്റിഫുകളും അതേപോലെ തന്നെ ഈ ആർമറൊക്കെ ഇട്ട 70-80 കിലോ ഒക്കെ ഉള്ള ഒരു ഡോഗാണ്. ഒരുപാട് ഡോഗുകളെയാണ് യുദ്ധത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം ശത്രുക്കളെ കടിച്ചു കീറാനായിട്ട് ഉപയോഗിച്ച ഒരു മൃഗം കൂടിയാണ് ഡോഗ്സ് എന്ന് പറയുന്നത്. പിന്നീട് മനുഷ്യൻ കുറെ കൂടെ അഡ്വാൻസ് ആയതിനു ശേഷം മറ്റ് പല ബ്രീഡുകളും നിലവിൽ വന്നു. അതിലൊന്നാണ് ജർമ്മൻ ഷെപ്പേർഡ്. ഏറ്റവും അധികം വേൾഡ് വാറിൻ്റെ സമയത്തൊക്കെ ഏറ്റവും അധികം ഉപയോഗിച്ച ഒരു ഡോഗ് ബ്രീഡാണ് ജർമ്മൻ ഷെപ്പേർഡ്. അന്ന് കാലത്തുള്ള ഈ ഷെപ്പേർഡ്സ് ഉപയോഗിച്ചിട്ടുള്ള പല ഡോഗ്സുകളെയും സെലക്റ്റീവ് ബ്രീഡ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു ഡോഗാണ് ഈ ജർമ്മൻ ഷെപ്പേർഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബെൽജിയം മലിനോ, ബെൽജിയത്തിലുള്ള 4 ടൈപ്പ് ഷെപ്പേർഡ് ഡോഗ്സിലെ ഒരു തരം ഷെപ്പേർഡ് ഡോഗാണ് ബെൽജിയം മലിനോ. അതേപോലെ തന്നെ ഡോബർമാൻ പിൻഷർ, ഒരു ടാക്സ് കളക്ടർ ആയിട്ടുള്ള, ഐ തിങ്ക് ഹിസ് നെയിം ഈസ് സം കൈൻഡ് ഓഫ് ഡോബർമാൻ, ആൾ ഡെവലപ്പ് ചെയ്ത ഡോബർമാൻ പിൻഷർ ഒക്കെ ഈ മനുഷ്യൻ്റെ പല കാലഘട്ടത്തിൽ മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന ഡോഗ്സാണ്. അതേപോലെ തന്നെ ഇന്ന് മിലിറ്ററി അല്ലെങ്കിൽ പോലീസ് ഫോഴ്സുകളൊക്കെ യൂസ് ചെയ്യുന്ന ഡോഗ്സാണ് സ്പെഷ്യൽ ഫോഴ്സസ് K9 യൂണിറ്റ്സ്, എക്സ്പ്ലോസീവ്സ് മുതൽ ഡ്രഗ്സ് വരെ. അതല്ല എങ്കിൽ എന്തെങ്കിലും ഒരു കൊലപാതകമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്ത ഒരാളെ മണത്തിൻ്റെ സഹായം കൊണ്ട് കണ്ടുപിടിക്കുന്ന ഡോഗുകൾ. മനുഷ്യ ശരീരത്തെ ക്യാൻസർ, അതേപോലെ ഡയബറ്റീസ്, ഇതൊക്കെ അവരുടെ ശരീരത്തെ മണം കൊണ്ട് കണ്ടെത്തി അലേർട്ട് ചെയ്യുന്ന സ്നിഫർ ഡോഗുകളുണ്ട്. അതേപോലെ ഇവിടെയൊക്കെ ഈ ഓയിൽ റിഗുകളിലൊക്കെ എവിടെയെങ്കിലും ലീക്കുകളോ ഗ്യാസ് ലീക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്നിഫർ ഡോഗുകളും ആധുനിക കാലഘട്ടത്തിൽ വളരെ ഫേമസ് ആണ്. പോലീസ് ഡോഗുകൾ എന്ന് പറയുന്നത് ഒരു കള്ളനോ അല്ലെങ്കിൽ ഒരു ക്രൈം സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ളൊരു സമയത്ത് ഒരു ഹാൻഡ്ലർക്ക് അറ്റാക്കറോ അല്ലെങ്കിൽ പ്രതിക്ക് നേരെ വിട്ടുകഴിഞ്ഞാൽ പോയി അയാളെ കടിച്ച്, ഹാൻഡ്ലർ പറയുന്നവരെ അയാളെ കടിച്ച് സ്റ്റോപ്പ് ചെയ്യാൻ കഴിവുള്ളവയാണ് ആധുനിക K9 ഡോഗ് യൂണിറ്റുകൾ. അതിൽ പ്രധാനമായും യൂസ് ചെയ്യുന്നത് ജർമ്മൻ ഷെപ്പേർഡ്, മലിനോ പോലുള്ള ഡോഗുകളാണ്. റോട്ട് വൈലേഴ്സിനെയൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ റോട്ട് വൈലേഴ്സിനൊന്നും ഈ മലിനോ അല്ലെങ്കിൽ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ആ ഒരു
ലോങ് എൻഡ്യൂറൻസ്. ഭയങ്കര സ്ട്രോങ് ബൈറ്റും ശക്തിയൊക്കെ ഉള്ള ഡോഗാണെങ്കിലും ദേ വിൽ വിയർ ഔട്ട്. അവിടെയാണ് ഈ ഷെപ്പേർഡുകളുടെ ഒരു ഗുണം വരുന്നത്. ഇനിയും പല തരത്തിലുള്ള ഡോഗ്സിനെയും മനുഷ്യൻ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ഈ തണുപ്പുള്ള കാലാവസ്ഥയിൽ വളരാനായിട്ട് വളരെ തിക്കായിട്ടുള്ള രോമമുള്ള, ഞാൻ മുമ്പേ പറഞ്ഞ ഹസ്കി പോലെയുള്ള ഡോഗുകൾ. ബേർഡ്സിനെ ഹണ്ട് ചെയ്യാനായിട്ട്, അതായത് അമ്പെയ്തോ അല്ലെങ്കിൽ വെടിവെച്ചോ ഇടുന്ന താറാവ്, മറ്റ് പറക്കുന്ന പക്ഷികളെ, നമ്മുടെ കാട കോഴിയുടെയൊക്കെ പറക്കുന്ന ഒരുപാട് തരത്തിലുള്ള പക്ഷികളുണ്ട്. അതിനെയൊക്കെ വെടിവെച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് പോയി എടുത്തുകൊണ്ട് വരുമ്പോൾ വളരെ സോഫ്റ്റായ മൗത്ത് ഉള്ള ലാബ്രഡോർ, ഈവൻ നമ്മുടെ പൂഡിൽ, നമ്മൾ ചിലപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ വളരെ ഫാൻസി ആയിട്ട് വളർത്തുന്ന പൂഡിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പുരാതനമല്ല, മനുഷ്യൻ്റെ വാട്ടർ ഹണ്ടിങ് ഡോഗ്സ് ആയിരുന്നു. പിന്നെ ഗാർഡിങ് എബിലിറ്റി ഉള്ള ഒരുപാട് ഡോഗ്സ് ഉണ്ട്, എസ്പെഷ്യലി മാസ്റ്റിഫുകൾ. ഷെപ്പേർഡ്സ് ആർ ഓൾസോ ഗുഡ് ഗാർഡിങ് ഡോഗ്സ്. പിന്നെ ഈ ചെറിയ ഡോഗുകൾ എന്ന് പറയുന്നത് ചിവാവ അല്ലെങ്കിൽ പോമറേനിയൻ, ഈ ടോയ് പൂഡിൽ, ഇങ്ങനെയൊക്കെ ഉള്ളത് മനുഷ്യൻ്റെ ഒരു കമ്പാനിയൻ അനിമൽസ് ആണ്. അതിന് പഗ്സ് ബോക്സേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്കിതിനകത്ത് ഈ ബ്രീഡിങ്ങിനകത്ത് എനിക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ഡോഗുകളെ നമ്മൾ ബ്രീഡ് ചെയ്ത് മനുഷ്യൻ നശിപ്പിച്ച് കളഞ്ഞെന്ന് വേണേൽ പറയാം. അത് ഈ ബ്രാക്കിസെഫലിക് ഡോഗ്സ് എന്ന് പറയും, അതായത് മുഖം ഇങ്ങനെ പതുങ്ങിയ ഡോഗ്സ്. ഉദാഹരണം പഗ്, ഇംഗ്ലീഷ് ബുൾഡോഗ്. പിന്നെ നമ്മുടെ ഈ ചില റോട്ട് വൈലേഴ്സ്, ചില റോട്ട് വൈലേഴ്സ് എന്നല്ല, ചിലപ്പോൾ ഈ ന്യൂ വേൾഡിൽ കാണുന്ന റോട്ട് വൈലേഴ്സിൻ്റെയൊക്കെ മുഖം ഒരുമാതിരി പതുങ്ങി പഗ് പോലത്തെ ഒരു ഫേസ് ഉള്ള ഡോഗ്സ്. ഇങ്ങനെയുള്ള ഡോഗ്സിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വളരെ ചൂടുള്ള കാലാവസ്ഥയിലൊക്കെ അവർക്ക് പെട്ടെന്ന് ശ്വാസം മുട്ടൽ അനുഭവപ്പെടാനും ശ്വാസ സംബന്ധമായ മറ്റു പല ബുദ്ധിമുട്ടുകളും സഫർ ചെയ്യുന്ന ഡോഗുകളാണ് ഈ ബ്രാക്കിസെഫലിക് ഡോഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്യൂട്ടി, പട്ടിയുടെ വളരെ ചെറിയ സൈസിന് വേണ്ടിയും അല്ലെങ്കിൽ അതിൻ്റെ വളരെ വലിയ വലിപ്പത്തിന് വേണ്ടിയും ഒരു പ്രത്യേക കളറിന് വേണ്ടിയൊക്കെ മനുഷ്യൻ പലപ്പോഴും പട്ടിയുടെ അല്ലെങ്കിൽ നായയുടെ ഹെൽത്ത് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വർക്കിംഗ് ലൈൻ വേഴ്സസ് ഷോ ലൈൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എ ഡോഗ് ട്രെയിനർ, ഞാൻ ഡോഗിൻ്റെ യൂട്ടിലിറ്റിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പം നമ്മുടെ വീട്ടിലൊരു ഡോഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പാനിയനാണ്. യെസ്, ഫസ്റ്റ് തിങ് കംസ് കമ്പാനിയൻഷിപ്പ്. അപ്പോൾ അതിനകത്ത് ഒരു ഗാർഡിങ് എബിലിറ്റി, അതേപോലെ തന്നെ ഒബീഡിയൻസ്. ഇത് ഷോ ക്വാളിറ്റി ഡോഗ്സിന് ഇതൊന്നും കാണത്തില്ലെന്നല്ല പറയുന്നത്, പക്ഷേ നമ്മൾ ഷോയ്ക്ക് വേണ്ടി ഒരു ഡോഗ്സിനെ നമ്മളിങ്ങനെ തലമുറകളായിട്ട് സെലക്ട് ചെയ്ത് പോകുന്ന സമയത്ത് അതിൻ്റെ ഈ പറയുന്ന യൂട്ടിലിറ്റി പലപ്പോഴും നഷ്ടപ്പെട്ടു പോകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. ബിക്കോസ് അതിൻ്റെ സ്വഭാവ സവിശേഷതകൾക്കും അതിൻ്റെ ബുദ്ധിക്കും ഒന്നുമല്ല നമ്മൾ ഈ ബ്രീഡേഴ്സ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവരതിൻ്റെ ആകാര ഭംഗിക്കും വലിപ്പത്തിനും കളറിനും വേണ്ടിയൊക്കെയാണ്. ഇറ്റ്സ് എ ഡേഞ്ചറസ് പ്രാക്ടീസ് ടു ഡു. അപ്പോൾ അതിനകത്ത് എത്തിക്കലായിട്ട് ബ്രീഡ് ചെയ്യുന്ന ആളുകൾ, ഇപ്പോൾ ഈ നാട്ടിലെ രാജപാളയം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡോഗ്, അതിന് ഒരു വൈറ്റ് കളർ ഡോഗ് ആണെങ്കിൽ എല്ലാവരും അതിനെ രാജപാളയം എന്ന് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ആക്ച്വലി ഇറ്റ് ക്യാൻ ബി എനി കളർ. അപ്പോൾ ഈ ഒരു വൈറ്റ് കളറിന് വേണ്ടി പലപ്പോഴും പോകുന്ന സമയത്ത് ചില പപ്പീസിനെങ്കിലും ഹിയറിങ് ഇഷ്യൂസ്, അതേപോലെ മറ്റ് പല ജനറ്റിക് ഇഷ്യൂസും ഒക്കെ അത് ഈ പറയുന്ന ഷോ ലൈൻ ഡോഗ്സിലൊക്കെ വളരെ കൂടുതലാണ്. ആരെങ്കിലും കാണുന്നുണ്ടോ? 3 പേര് ഓൺലൈനുണ്ട്. I don't know whether more people will join. What I will do is after 30 minutes, I will conclude the session. Then I will go with another topic. So വേറൊരു ചോദ്യമാണ് ഈ പിറ്റ്ബുൾ പോലെയൊക്കെയുള്ള
ഡോഗ്സ് നാച്ചുറലി അഗ്രസീവ് ആണോ? ചെറിയ ഡോഗുകൾ വലിയ ഡോഗ്സിനേക്കാളും ഇന്റലിജൻസ് കുറവുള്ളതാണോ? മനുഷ്യനില്ലാതെ പട്ടിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ പിന്നീട് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡോഗ് സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ യു ക്യാൻ ഷൂട്ട് ഗീവ് us എ കമന്റ് ഇൻ ദിസ് വൺ. ഓക്കെ, I will continue with another session.